നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഡേ 12 ആണ്. അപ്പൊ ഇന്ന് പഠിക്കേണ്ട SCERT പാഠഭാഗം 5th സ്റ്റാൻഡേർഡ് സയൻസ് ചാപ്റ്റർ 7 അറിവിന്റെ ജാലകങ്ങൾ. നമ്മൾ 10th സ്റ്റാൻഡേർഡിന്റെ ചാപ്റ്റർ 2 പഠിച്ചില്ലേ, അറിവിന്റെ വാതായനങ്ങൾ. അതിനകത്തല്ലേ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി പഠിച്ചേ, കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയത്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് സെറ്റ് ആയിരിക്കുക, പുരികളായിട്ടിരിക്കുക. അപ്പൊ ഇതിനകത്ത് അതിന് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്റർ പഠിച്ചിട്ടേ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ അൾട്ടിമേറ്റ് സയൻസ് മന്ത്രയില്ലേ, ആ ടെക്സ്റ്റിൽ ഈ ചാപ്റ്റർ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ സെറ്റാണ്, പുലികളാണ്. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം. അഞ്ചാം ക്ലാസ് സയൻസ് ചാപ്റ്റർ 7 അറിവിന്റെ ജാലകങ്ങൾ. ഇന്ദ്രിയങ്ങളെ പറ്റിയ, ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലേ, ഇന്ദ്രിയങ്ങളെ പറ്റിയ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള. ആദ്യമായിട്ടേ ഈ ഇന്ദ്രിയങ്ങളെ പറ്റി എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ ആവശ്യകത, നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തെല്ലാമാണ് നമുക്കുള്ള ഉപയോഗങ്ങൾ, അതിനെപ്പറ്റി ചെമ്മനം ചാക്കോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചെമ്മനം ചാക്കോ എഴുതിയ ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. ഒരു കുഞ്ഞ് മേലെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് നിൽക്കുക, ആ ഒരു ചിത്രമാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിത, ഈ വരികൾ ആരുടേതാണ് എന്ന് ചോദിക്കാം. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരന്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ. കുയിൽ കൂകുന്നുണ്ടെന്ന് ചൊന്നതാരന്റെ കൺമണി, ആരും ചൊല്ലിയതല്ല ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ. മുല്ലമുട്ടി വിരിഞ്ഞെന്ന് ചൊന്നതാരന്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞു ഞാൻ മൂക്കിൽ വാസന എത്തവേ. വീശുന്നു കുളിർ കാറ്റെന്ന് ചൊന്നതാരന്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞേ നിൻ തുലിമേൽ വന്നു തട്ടവേ. മധുരം തേനിനുണ്ടെന്ന് ചൊന്നതാരന്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞല്ലോ നാവുകൊണ്ടു രുചിച്ചു ഞാൻ. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾ ഓരോന്നും നമ്മള് എന്തൊക്കെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഓരോന്നും കൊണ്ട് നമ്മൾ എന്തെല്ലാമാണ് അറിയുന്നത് എന്നുള്ള ആശയം എത്തിക്കാൻ വേണ്ടിയിട്ട് ചെമ്മനം ചാക്കോ എഴുതിയ ഒരു കവിതയായിരുന്നു ഇത്. ഇത് ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ചെമ്മനം ചാക്കോയുടേതാണ്. അപ്പൊ ഓരോ ഇന്ദ്രിയങ്ങളെ പറ്റി പഠിക്കാം. ആദ്യമായിട്ട് കണ്ണിൽ ഒരു വസ്തുവിന്റെ പ്രതിബിംബം പതിക്കുന്ന ഭാഗം ഏത്? കണ്ണിൽ ഒരു വസ്തുവിന്റെ പ്രതിബിംബം പതിക്കുന്ന ഭാഗമാണ് റെറ്റിന. കണ്ണിൽ ഒരു വസ്തുവിന്റെ പ്രതിബിംബം പതിക്കുന്ന ഭാഗമാണ് ഏത്? റെറ്റിന. ഈ ഭാഗമാണ് റെറ്റിന. നമ്മളൊരു പൂവിനെ കാണുന്നു, പൂവിന്റെ പ്രതിബിംബം കണ്ണിന്റെ റെറ്റിനയിലാണ് പതിക്കുന്നത്. പക്ഷെ ഇവിടെ കണ്ടില്ലേ, ഈ പൂവ് നേരെയുള്ളൊരു പൂവിനെയാ കാണുന്നത്. തലകീഴായിട്ടുള്ള പൂവിന്റെ ഒരു പ്രതിബിംബമാണ് റെറ്റിനയിൽ പതിയുന്നത്. അപ്പൊ റെറ്റിനയിൽ പ്രതിബിംബം തലകീഴായാണ് പതിയുന്നത്. അപ്പൊ ഈ റെറ്റിനയിൽ നിന്ന് ഈ സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുന്ന നാഡിയാണ് നേത്രനാഡി. നേത്രനാഡി വഴിയാണ് ഇങ്ങോട്ട്, തലച്ചോറ് എന്ന് പറയുമ്പം ഇന്ദ്രിയാനുഭവം ഉളവാക്കുന്ന തലച്ചോറിലെ മസ്തിഷ്കത്തിലെ ഭാഗം ഏതാ? സെറിബ്രം. സെറിബ്രത്തിലേക്ക് എത്തിക്കുന്ന നാഡികളാണ് നേത്രനാഡി, നെർവ് വഴി. അപ്പൊ തലച്ചോറിലെ ഈ നാഡി ഈ സന്ദേശം എത്തിക്കുമ്പോൾ തലച്ചോറാണ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നത്. തലച്ചോറാണ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നത്. അപ്പൊ കണ്ണിൽ ഒരു വസ്തുവിന്റെ പ്രതിബിംബം പതിയുന്ന ഭാഗം ഏതാണ്? റെറ്റിനയാണ്. റെറ്റിനയിൽ പ്രതിബിംബം തലകീഴായിട്ടാണ് പതിയുന്നത്. റെറ്റിനയിൽ നിന്നും സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുന്ന നാഡിയാണ് നേത്രനാഡികൾ. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. അപ്പൊ ഒരു കണ്ണ് പോരെ, എന്തിനാ രണ്ട് കണ്ണ്? രണ്ട് കണ്ണുകൾ എന്തിനാ? രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. നമ്മളെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ രണ്ട് കണ്ണിൽ കൂടെയും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കണ്ണിലും കാണുന്ന ദൃശ്യങ്ങൾ ഏകോപിപ്പിച്ചിട്ടാണ് ആ വസ്തുവിന്റെ, നമ്മൾ കാണുന്ന വസ്തുവിന്റെ 3D ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കണ്ണും ഒരേ ബിന്ദുവിൽ എന്ന് വെച്ചാൽ ഒരേ പോയിന്റിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ബൈനോക്കുലാർ വിഷൻ, ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൈനോക്കുലാർ വിഷൻ ഉള്ളത് കൊണ്ട് തന്നെ വസ്തു നമ്മളിൽ നിന്നും എത്ര അകലത്തിലാണ് ഇരിക്കുന്നത്, വസ്തുവിന്റെ സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. അടുത്തത് വൈറ്റ് കെയിൻ. കാഴ്ചയില്ലാത്തവരുടെ ലോകത്തേക്കാണ് പോകുന്നത്.
ആദ്യമായിട്ട് വൈറ്റ് കെയിൻ. വൈറ്റ് കെയിൻ എന്ന് പറയുമ്പോഴേ ഈ അന്ധരായിട്ടുള്ള ആളുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ്, ചിത്രത്തിൽ കാണുന്ന ഈ ഒരു വടിയാണ് വൈറ്റ് കെയിൻ. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ഡാണ്, ഒരു അലുമിനിയം വടിയാണ് ഏത് വൈറ്റ് കെയിൻ. ഈ വടിയുടെ അടിയിലായിട്ട് ഒരു ലോഹഭാഗം ഉണ്ട്. ഈ ലോഹഭാഗത്തിന്റെ ഉപയോഗം എന്താണ്? ഇത് വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നാണ് ഇവര് വഴിയിലെ തടസ്സം തിരിച്ചറിയുന്നത്. വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും കഴിയും. അപ്പോൾ അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടി ഏത്? വൈറ്റ് കെയിൻ ആണ്. വൈറ്റ് കെയിൻ എന്നത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ഡാണ്. അടുത്ത ലിപിയാണ് ബ്രെയിൽ ലിപി. ഇത് അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൽ ലിപി. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത്. ഈ ഒരു രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൽ ആണ് ഈ ഒരു രീതി വികസിപ്പിച്ചത്, ബ്രെയിൽ ലിപി. അപ്പൊ അന്ധരെ സഹായിക്കാൻ നിലവിലുള്ള സംവിധാനം വളരെ ഇമ്പോർട്ടന്റ്. കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചതാ, താഴെ പറയുന്നവയിൽ അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റ് കെയിൻ പറഞ്ഞു, ബ്രെയിൽ ലിപി, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്. ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്, ബ്രെയിൽ ലിപി, വൈറ്റ് കെയിൻ എന്നിവ അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ്. ഇനി കണ്ണുകൾ സംരക്ഷിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? കണ്ണുകൾ സംരക്ഷിക്കാൻ ചെയ്യേണ്ട കാര്യം, കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയണം. മങ്ങിയ പ്രകാശത്തിലോ തീവ്രപ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത്. TV കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കണം. മുറിയിൽ അത്യാവശ്യത്തിന് വെളിച്ചം ഉണ്ടാവണം. രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കണം. ഇങ്ങനെയൊക്കെ കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നേത്രദാനം, മഹാദാനം. കണ്ണിനുണ്ടാകുന്ന പല വൈകല്യങ്ങളും അന്ധതയ്ക്ക് കാരണമാകാം. ഇതിൽ ചില വൈകല്യങ്ങൾ നേത്രഭാഗങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ പരിഹരിക്കാം. ഇപ്പൊ കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതിനെയാണ് നേത്രദാനം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സമ്മതപത്രം എല്ലാം വാങ്ങിയിരിക്കണം, അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെ വാങ്ങിയിരിക്കണം. അതിന്റെ ഒരു പോസ്റ്റർ ഇവിടെ കാണിച്ചേക്കുന്നത് നേത്രദാനം, മഹാദാനം. അപ്പൊ ഇത്രയേ ഉള്ളൂ കണ്ണിനെ പറ്റി പഠിക്കാൻ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? ഇതിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. 5ാം ക്ലാസ് അല്ലേ, ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ കാഴ്ചാവിശേഷം നോക്കിക്കഴിഞ്ഞു. ഇനി മറ്റ് ജീവികളുടെ കാഴ്ചാവിശേഷമാണ് നോക്കുന്നത്. ആദ്യത്തേത് മരയോന്ത്. ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്ന മരയോന്തിന്റെ കണ്ണ് നോക്കിക്കേ. മറ്റു ജീവികളുടേതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കണ്ണാ മരയോന്തിന്റെ. അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിക്കാൻ പറ്റും. നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. അത് 2 വ്യത്യസ്ത ഒരേ സമയം തന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ മരയോന്തിന്റെ കണ്ണ് ഒരേ സമയം കണ്ണുകളെ 2 ദിശയിലേക്ക് ചലിപ്പിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലെയും കാഴ്ച കാണാൻ പറ്റും, അപ്പുറത്തെ സൈഡിലെയും. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാണാൻ പറ്റും. നമുക്കാണെങ്കിൽ നേരെയുള്ള കാഴ്ച മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരേ സമയം വ്യത്യസ്ത ദിശയിലെ വ്യത്യസ്ത കാഴ്ചകളൊക്കെ മരയോന്തിന് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തേക്കുന്നത് എന്തിനാ? ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്, എവിടെ നിന്നൊക്കെയാണ് അപകടം വരുന്നതെന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് മൂങ്ങയുടെ തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ 2 കണ്ണാ ഉള്ളത്. തല പുറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ ഇവയ്ക്ക് സാധിക്കും. 360 ഡിഗ്രിയിൽ കഴുത്ത് തിരിക്കാൻ വേണ്ടിയിട്ട് മൂങ്ങയ്ക്ക് പറ്റും. 360 ഡിഗ്രിയിൽ കഴുത്ത് തിരിക്കാൻ പറ്റും. നമുക്ക് പറ്റത്തില്ലല്ലോ. നമുക്ക് ആകെ എത്ര പറ്റും? 180 ഡിഗ്രിയെ പറ്റത്തുള്ളൂ. തിരിച്ചു പറ്റത്തില്ലല്ലോ. ഇപ്പം മൂങ്ങയ്ക്കാണെങ്കിൽ 360 ഡിഗ്രിയിൽ കഴുത്ത് തിരിക്കാനുള്ള കഴിവുണ്ട്. ഇനി പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. പൂച്ചയുടെ കണ്ണ് ശ്രദ്ധിക്കണേ. കാണുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും കുഞ്ഞായിരിക്കും ഈ പ്യൂപ്പിളെ, രാത്രി ആകുമ്പോഴത്തേക്കും നല്ല വികസിച്ചിരിക്കും. അതായത് നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും നല്ലപോലെ കാഴ്ചയുണ്ട് ഈ പൂച്ചയ്ക്ക്. നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരുട്ടത്തുള്ള സംഭവങ്ങൾ കാണാൻ പറ്റുമോ? പക്ഷെ പൂച്ചയ്ക്കാണെങ്കിൽ മങ്ങിയ പ്രകാശത്തിൽ പോലും നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു കണ്ണാണ് പൂച്ചയ്ക്ക്. കേൾവിക്ക് സഹായിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗമാണ് ചെവി. കേൾവിക്ക് സഹായിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗമാണ് ചെവി. ശബ്ദം ചെവിക്കുള്ളിലെ
പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് ശബ്ദം തിരിച്ചറിയുന്നത്. ഏതിലൊക്കെ കടന്നുപോയി, എന്തൊക്കെ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ശബ്ദം കേൾക്കുന്നത് എന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ 3 ഭാഗമുണ്ട്. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഈ 3 ഭാഗങ്ങളിലൂടെയും കടന്നു പോയിട്ടാണ് തലച്ചോറിൽ എത്തുന്നതും ശബ്ദം തിരിച്ചറിയുന്നതും. ഇനി പാമ്പിന് ചെവിയുണ്ടോ? പാമ്പിന് ബാഹ്യകർണം, എക്സ്റ്റേണലി നോക്കുമ്പോൾ പാമ്പിന് കർണം ഇല്ല, ഇയർ ഇല്ല. അപ്പോൾ പാമ്പ് ആന്തരകർണം, ഇന്റേണൽ ഇയർ ഉപയോഗിച്ചിട്ടാണ് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും പാമ്പിന് തിരിച്ചറിയാൻ പറ്റുന്നത്. പാമ്പുകൾക്ക് ബാഹ്യകർണം ഇല്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ ഇവയ്ക്ക് സാധിക്കുന്നു. അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലം, സർഫസിലൂടെ, തറയിലൂടെയല്ലേ ഇഴഞ്ഞു പോകുന്നത്, അപ്പം പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം പാമ്പുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി കേൾവിശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് പല കാരണങ്ങൾ കൊണ്ട് കേൾവിശക്തി നഷ്ടപ്പെടാം. കേൾവിയില്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ശ്രവണ സഹായികളുണ്ട്, ഹിയറിംഗ് എയ്ഡ്സ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പല രീതിയിലുള്ള ശ്രവണ സഹായികളുണ്ട്. റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ശ്രവണ സഹായിയുണ്ട്, പിന്നീട് കേൾക്കാനൊക്കെ വേണ്ടിയിട്ടേ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ശ്രവണ സഹായിയുണ്ട്. ശ്രവണ സഹായില് നമ്മൾ ചെറിയ സൗണ്ട് ആണെങ്കിൽ പോലും ഇത് പിടിച്ചെടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്യും. എന്ന് വെച്ചാൽ ഇതിന്റെ ഇന്റൻസിറ്റി കൂട്ടിയിട്ട് ഇവരെ കേൾപ്പിക്കും. അങ്ങനെയാണ് ഇവർക്ക് കേൾക്കാൻ പറ്റുന്നത്. കാരണം ഇവർക്ക് ചെവിയുടെ കേൾവി ശക്തി കുറവല്ലേ, അപ്പൊ സ്വന്തമായിട്ട് ആംപ്ലിഫൈ ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ അത് ഈ ഒരു ഡിവൈസ് ആയിരിക്കും ചെയ്യുന്നത്. ഇതാണ് ഹിയറിംഗ് എയ്ഡ്. അടുത്തത് മണമറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? മൂക്ക്. മണമറിയാൻ സഹായിക്കുന്ന അവയവം മൂക്കാണ്. ഈ മണമറിയുന്ന ശക്തി, അതായത് ഘ്രാണശക്തിയിലെ വമ്പന്മാരെ പറ്റിയാ പറയുന്നത്. ആദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് നായയാണ്. നായ മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള ജീവിയാണ് നായ. നായകൾ അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്തിനാ? വെറുതെ മൂത്രമൊഴിക്കുന്നതല്ല, അവയ്ക്ക് ആ വഴി തിരിച്ചു വരണം. തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്കിടെ മൂത്രമൊഴിച്ചിട്ട് പോകുന്നത്. നായ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായതുകൊണ്ട് ക്രൈം അന്വേഷണ രംഗത്ത്, കുറ്റാന്വേഷണ രംഗത്തൊക്കെ നായയെ ഉപയോഗപ്പെടുത്തുന്നു. അടുത്തത് സ്രാവാണ്. സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ. കടലിൽ വളരെ അകലം രക്തം വീണാൽ പോലും മണത്തറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്രാവിനുണ്ട്. ഘ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പനാണ് സ്രാവ്. നായയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഈ പാമ്പ് ഇടയ്ക്കിടെ നാവ് പുറത്തേക്ക് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഗന്ധം അറിയാൻ വേണ്ടിയിട്ടാണ്. നാക്ക് ഉപയോഗിച്ചിട്ടാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി രുചിയുടെ ലോകം, നാവിനെ പറ്റിയാ പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങൾ, ടേസ്റ്റ് ബഡ്സ് ഇല്ലേ, ഈ ടേസ്റ്റ് ബഡ്സിനെ ഉത്തേജിപ്പിക്കും. ഈ ഉത്തേജനം സന്ദേശങ്ങളായിട്ട് നെർവ്സ് വഴി, നാഡികൾ വഴി തലച്ചോറിൽ എത്തുമ്പോഴാണ് രുചി അറിയുന്നത്. ഇങ്ങനെയാ രുചി അറിയുന്നത്. ഇപ്പോ വെറുതെ അല്ല ഉമിനീരുള്ളത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞിട്ട് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തേജനം സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിൽ എത്തുമ്പോഴാണ് രുചി അറിയുന്നത്. ആഹാരത്തിലെ ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നത് നാവിലെ രസമുകുളങ്ങളുടെ സഹായത്താലാണ്. ഇനി സ്പർശന ശക്തി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ? അല്ല. ശരീരത്തിന്റെ ഈ സ്പർശന ശക്തി എന്ന് പറയുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല. നമ്മുടെ തുമ്പുകളിലെ വിരൽ തുമ്പ്, ചുണ്ട്, കവിൾ, ഇവിടെയൊക്കെ സ്പർശനശേഷി കൂടുതലാണ്. അപ്പൊ സ്പർശം അറിയുന്നത് ത്വക്ക് മുഖേനയാണ്. വിരൽ തുമ്പുകൾ, പിന്നെ അതുപോലെ കവിൾ, ചുണ്ടുകൾ, ഇവയിലൊക്കെ സ്പർശനശേഷി കൂടുതലാണ്. അപ്പൊ വിരലുകൾ ഉപയോഗിച്ച് തൊട്ടു നോക്കുന്നത് അതുകൊണ്ടാണ്, സ്പർശനശേഷി കൂടുതലാണ്. വിരൽത്തുമ്പുകൾ, കവിൾ, ചുണ്ടുകൾ എന്നീ ഭാഗങ്ങളിൽ അധികം സ്പർശനശേഷി ഉണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ
ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന അവയവങ്ങളെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തുവാ സ്നെല്ലൻ ചാർട്ട്? സ്നെല്ലൻ ചാർട്ട് നമ്മൾ കണ്ണ് പരിശോധിക്കാൻ വേണ്ടി പോകുമ്പോൾ ഡോക്ടേഴ്സ് ഒരു ചാർട്ട് കാണിച്ചിട്ട് പറയും, ഈ ഓരോരോ വരികൾ വായിക്കാൻ പറയും. എന്നിട്ട് നമുക്ക് കണ്ണില് ലെൻസ് വെക്കാതെ എത്ര വരി വായിക്കാൻ പറ്റുന്നു, പിന്നെ ലെൻസ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും, എന്നിട്ട് അവസാനത്തെ വരി വരെ വായിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ ലെൻസ് നമുക്ക് കണ്ണാടിയിൽ വെച്ച് നമുക്ക് എടുക്കും. അങ്ങനെയാ ചെയ്യുന്നത്. അപ്പോൾ ആ ചാർട്ടിനെ പറയുന്ന പേരാ സ്നെല്ലൻ ചാർട്ട്. അപ്പൊ സ്നെല്ലൻ ചാർട്ട് എന്ന് വെച്ചാൽ ഈ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളിലായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 വരികളിലായിട്ട്. മുകളിൽ നിന്നും താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാ. എത്ര വരികളിലായാണ് സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 7 വരികളിലായിട്ടാണ്. ഏത് തരത്തിലുള്ള പരിശോധനയിലൂടെയാണ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ച് കാഴ്ചശക്തി പ്രാഥമികമായിട്ട് അളക്കുന്നത്? മുകളിൽ നിന്നും താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ച്. എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്? 6 മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ എക്സസൈസിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. മനസ്സിലായില്ലേ ഈ ഒരു ചാപ്റ്റർ? ഈസിയാ. നമ്മൾ പിന്നെ 10th സ്റ്റാൻഡേർഡിലെ ആ ഒരു ചാപ്റ്റർ പഠിച്ച് പുലികളായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇത് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. എന്നിരുന്നാലും മറ്റേ അന്തരെ സഹായിക്കുന്ന വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്, അതുപോലെ ബ്രെയിൽ ലിപി, ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കിയിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനലിന്റെ കാര്യം എല്ലായിടത്തും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. നമ്മൾ ഇത്രയും നല്ല രീതിയിലല്ലേ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് എല്ലായിടത്തും ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ വീണ്ടും കാണാം. Thank you.